അപ്പോഴേ ഇന്ന് നമുക്ക് കിട്ടിയ സ്പെഷ്യൽ ഇതാണ് കേട്ടോ. ഇത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ലേലം വിളിച്ചെടുത്ത മീനാണ് കേട്ടോ. അപ്പോൾ ഇതിലൊരു അടിപൊളി മീനുണ്ട്, പൂളാൻ. പൂളാൻ 2 ഉണ്ട് കേട്ടോ. 2 പൂളാനുണ്ട്. എല്ലാം കൂടിയാണ് ലേലം വിളിച്ചെടുത്തത്. ഏതാണ്ടും 600 ഗ്രാം അല്ല 700 ഗ്രാമത്തോളം ഉണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ ഉള്ളത് ഈ നങ്കാണ്. ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ തൊലി പൊളിച്ചെടുക്കാൻ ഇച്ചിരി പാടാണ്. ഇതൊരു 5-6 ഉണ്ട്. 2 കറിക്കുള്ള മീനുണ്ട്, ഒരു പ്രാഞ്ഞീനുണ്ട്. പിന്നെ ഉള്ളതെല്ലാം പിന്നെ ഒരു പൊരിക്ക കരിമീൻ്റെ ചെറുത് ഒരെണ്ണമുണ്ട്. പ്രാഞ്ഞീൻ 2 ഉണ്ട്. 2 പ്രാഞ്ഞീനും പിന്നെ 2 പൂളാൻ, ഒരു പൊരിക്ക, അതൊരു കറിക്കുണ്ട്. പിന്നെ ഈ സംഭവമാണ് ഈ നങ്ക് ഒരു 6-7 ഉണ്ട് കേട്ടോ. നങ്ക് എല്ലാം കൂടി 220 രൂപ അങ്ങനെ ഏതാണ്ടും ആയി. ലേലം വിളിച്ച് ലാഭത്തിൽ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഈ മീനിന് വിലയുള്ള മീനാണ്. ഈ നങ്കിനും വിലയുണ്ട്, അതുപോലെ പൂളാത്തിനും വിലയുള്ളതാണ്. അപ്പോൾ അങ്ങനെ 2 കറിക്കുള്ള മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോഴേ ഇന്ന് ഒരു 5 ടൺ നങ്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ തക്കാളി ഇട്ട് തിളപ്പിക്കാൻ പോവാണ്. ഇപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ കാഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി എന്നിവ അങ്ങോട്ട് ചതച്ചതാണ് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. വാടട്ടെ. ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മീൻ കുറവാണ്, 6-7 ഉള്ളെന്ന് തോന്നുന്നു. ഇപ്പം നല്ല ചാകാത്ത നല്ല പിടക്കണ മീനായിരുന്നു കേട്ടോ, മലക്കാരുടെ. അപ്പം നമുക്ക് മുളകൊക്കെ മൂത്തിട്ടുണ്ട്. ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. തിളക്കട്ടെ കേട്ടോ. അപ്പം നമ്മുടെ ചാറൊക്കെ തിളച്ചാൽ നോക്കാം. ചാറൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മുടെ മീൻ ഇതാണ് കേട്ടോ. കഴുകി ഇത് തൊലി പൊളിച്ച് നീറ്റാക്കി വച്ചിരിക്കുന്ന മീനാണ്. അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നോക്കാട്ടോ. മീനിപ്പോൾ വെച്ചിട്ടൊരു 10 മിനിറ്റ് അധികമായി തിളച്ചിട്ട് കേട്ടോ. അപ്പം ഇത്ര മതി. വെള്ളമൊക്കെ ചാറൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. അല്പം ചാറേ ഉള്ളൂ, ഇത്ര മതി. നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പില അങ്ങനെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നങ്ക് തക്കാളി ഇട്ട് തിളപ്പിച്ചത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഒരു സ്പെഷ്യൽ ഒന്നുമില്ല, അച്ചിങ്ങയും ചെമ്മീനും കൂടി വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ വെളുത്തുള്ളിയും ഉള്ളിയും കൂടി ചതച്ചിട്ടതാണ്. ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ചതച്ചിട്ട് വാട്ടിയതാണ്. അല്പം ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇടുന്നത് അല്പം മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് മുളക് പൊടി, പേരിനൊരല്പം മുളക് പൊടി,
അപ്പോൾ ചെമ്മീൻ ഒരു 5-6 ചെമ്മീൻ, ഇത്രയും ചെമ്മീനാണ് ഇടുന്നത്, ഒരു 6 ചെമ്മീൻ ഒരു ടേസ്റ്റിന് വേണ്ടി. ഇതിലേക്ക് നമുക്ക് അച്ചിങ്ങ ഇത്തിരി അധികമുണ്ട്, വള്ളിപ്പയർ, നാടൻ വള്ളിപ്പയർ വന്നപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. ഇതിപ്പോൾ ഒരു 3/4 കിലോത്തിൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഫ്രഷ് അച്ചിങ്ങയായിരുന്നു, കാരണം വാങ്ങിച്ചതാണ് അധികം. ഒന്ന് വാടട്ടെ, എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൂട്ടാം. നമ്മുടെ അച്ചിങ്ങ നോക്കാട്ടോ. അച്ചിങ്ങ നന്നായിട്ട് ഉലന്നിട്ടുണ്ട്, എന്താ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി വെളുത്തുള്ളിയും ചുമന്നുള്ളി ഇത്തിരി അധികമായിട്ടാണ് റെഡിയാക്കിയേക്കണം കേട്ടോ. ഈ സമയത്ത് നമുക്ക് അല്പം കറിവേപ്പില കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇവിടുത്തെ കറിവേപ്പില മാത്രമേ ഞാൻ ഇടാറുള്ളൂ കേട്ടോ, കറിക്കൊക്കെ വാങ്ങണ കറിവേപ്പില ഞാൻ എടുക്കാറില്ല. ഇങ്ങനെ നമ്മുടെ അച്ചിങ്ങയും ചെമ്മീനും കൂടിയുള്ള മെഴുക്ക് പുരട്ടി റെഡിയായി. ഓക്കെ, അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നാ, സിമ്പിൾ സ്പെഷ്യലാണ്. ഇന്ന് കഴിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു കല്യാണം ആവശ്യമുണ്ട് കേട്ടോ, അടുത്ത് തന്നെ. അപ്പനും മോനും കൂടി അങ്ങോട്ട് പോകും. അപ്പം ഞാൻ നേരത്തെ കഴിക്കണേ കേട്ടോ, ഇന്ന് 12:30 മണിയായിട്ടുള്ളൂ ഇവിടെ, ഇപ്പം കഴിക്കണേണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇത് നങ്കാണ്, വലിയ നങ്കില്ലേ, അത് ഞാൻ മാർക്കറ്റിൽ പോയപ്പോൾ നല്ല പെടക്കണ മീൻ കണ്ടു, അങ്ങനെ ലേലം വിളിച്ചെടുത്തതാണിത്. അപ്പം നങ്ക് തിളപ്പിച്ചിട്ടാണ്, തക്കാളിയൊക്കെ ഇട്ട് തിളപ്പിച്ച്, പിന്നെ അച്ചിങ്ങ ചെമ്മീൻ മേടിച്ചു. അപ്പം അച്ചിങ്ങയും ചെമ്മീനും കൂടി മെഴുക്ക് പുരട്ടിയാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് താരം ഉപ്പ് നെല്ലിക്ക, അരികിലൊരു ഉപ്പ് നെല്ലിക്ക എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും വേണം എനിക്ക്, അച്ചാറ അല്ലെങ്കിൽ നെല്ലിക്ക എന്തെങ്കിലും വേണം. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ കഴിക്കാം. അല്പം ചാറൊഴിച്ച് നോക്കാം. നല്ലതാണെന്ന് തോന്നുന്നു, കണ്ടിട്ട് ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇന്നും തൊട്ട് നോക്കട്ടെ. പൊളിയാട്ടോ, എന്ത് ടേസ്റ്റ്. പച്ച മീനാർന്നിട്ടാ, ചത്തിട്ടുണ്ടായില്ല മേടിച്ചപ്പോൾ. ഇനി ഉപ്പും നെല്ലിക്കട്ടാണ് കടിക്കാൻ പോണത്. എന്താ ടേസ്റ്റ്. കാന്താരിമുളകും വിനാഗിരിയും ഉപ്പും എല്ലാം കൂടി അങ്ങാണ്ട് അതിൻ്റെ മണവും ഗുണവും ഒക്കെ പിടിച്ചങ്ങനെ കേട്ടതുമേ, അടിപൊളിയാണത്. ഓ, പിന്നെ നമ്മൾ ചെമ്മീൻ ഇട്ട് അച്ചിങ്ങ മെഴുക്ക് പുരട്ടിയാണ് കണ്ട. ചെമ്മീൻ കണ്ട ഒരേ മീൻ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, 5-8 ഇട്ടുള്ളൂ. അച്ചിങ്ങ, ഈ നാടൻ അച്ചിങ്ങ വള്ളിപ്പയറേ അതൊന്നും മേടിച്ചാണ് ഞാൻ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ചെമ്മീനിട്ടപ്പോൾ സൂപ്പർ. നെല്ലിക്ക തിന്നിട്ട് നല്ല എരിവുണ്ട് എൻ്റെ അമ്മോ. കാന്താരിമുളകും നല്ല എരിവുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ്. നങ്ക് തിളപ്പിച്ചതും അച്ചിങ്ങയും ചെമ്മീനും കൂടി മെഴുക്ക് പുരട്ടിയും ഉപ്പ് നെല്ലിക്കയാണ്. നിങ്ങളൊക്കെ കഴിച്ചോ? അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി ബൈ.